ഹലോ ഡിയർ സ്റ്റുഡൻസ്, എല്ലാവർക്കും ക്രിസ്റ്റൽ എഡ്യു ഹബിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വേൾഡ് ഹിസ്റ്ററിയിൽ നിന്നുള്ള ഒരു പ്രധാനപ്പെട്ട ടോപ്പിക്കാണ്. ഈ ടോപ്പിക്കിലെ നിങ്ങളുടെ മോഡേൺ വേൾഡ് ഹിസ്റ്ററിയുടെ പഠനം ഒരിക്കലും പൂർത്തിയാകാൻ പോകുന്നില്ല. ആൻഡ് ദാറ്റ് ടോപ്പിക് ഈസ് ദ ഫ്രഞ്ച് റവല്യൂഷൻ. നമുക്കറിയാം 1789 1789 സമയത്ത് ഫ്രഞ്ച് റവല്യൂഷൻ ആരംഭിച്ചു എന്നുള്ളത്. പല കുട്ടികൾക്കുള്ള ഒരു തെറ്റിദ്ധാരണയാണ് 1789 റിവോൾട്ട് ആരംഭിച്ചു എന്ന് മാത്രമല്ല ആ ഒരു വർഷം മാത്രമേ സംഭവമുള്ളൂ എന്നുള്ളത്. പക്ഷെ അതല്ല യഥാർത്ഥത്തിൽ. നമ്മൾ അതിൽ പ്രധാനപ്പെട്ട ഒരു ഐക്കണായിട്ട് വിശേഷിപ്പിക്കുന്ന വ്യക്തിയാണ് നെപ്പോളിയൻ ബോണപ്പാർട്ട് എന്നുള്ളത്. പക്ഷെ നെപ്പോളിയൻ ബോണപ്പാർട്ടിന്റെ ഒരു കാലഘട്ടം വരേക്കും ഫ്രഞ്ച് റവല്യൂഷന്റെ ഏതാനും ചില ഫേസസ് നടക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതിന്റെ ഭാഗമായിട്ട് ഇവിടെ ഫ്രഞ്ച് റവല്യൂഷന്റെ ഡിഫറെന്റ് ഫേസുകളാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസത്തെ നമ്മുടെ ഡീറ്റെയിൽഡ് ക്ലാസ്സിൽ ഏകദേശം ഒരു മണിക്കൂറിലേറെ അപ്പുറത്തോട്ട് നമ്മൾ ഫ്രഞ്ച് റവല്യൂഷൻ ടോട്ടലി കംപ്ലീറ്റ് ആക്കി. എന്താണ് ഫ്രഞ്ച് റവല്യൂഷൻ, അതിന്റെ സിഗ്നിഫിക്കൻസ് എന്താണ്, അതിന്റെ പ്രധാനപ്പെട്ട പൊളിറ്റിക്കൽ കോസ് എന്ത്, എക്കണോമിക് കോസ് എന്ത്, സോഷ്യൽ കോസ് എന്ത്, ഇന്റലക്ച്വൽ ഇൻഫ്ലുവൻസ് എന്ത്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്താണ്. പക്ഷെ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഈ ഫ്രഞ്ച് റവല്യൂഷനുമായി ബന്ധപ്പെട്ടുള്ള ഡിഫറെന്റ് ഇവന്റുകളുടെ ഡിഫറെന്റ് ഫേസുകളിലൂടെ നടന്നിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ്. എല്ലാവരും കൃത്യമായിട്ട് കാണാനും പഠിക്കാനും ശ്രമിക്കുക. കാരണം പരീക്ഷക്ക് നിങ്ങൾക്ക് ഇവിടെ നിന്നുള്ള ചില ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് വരും. അതെങ്ങനെയാണെന്നുള്ളത് ഓരോ പോയിന്റ് എത്തുമ്പോൾ ഞാൻ പറഞ്ഞുതരാം. ആ രീതിയിൽ തന്നെ കൃത്യമായിട്ട് പഠിച്ച് മുന്നോട്ട് പോകാൻ വേണ്ടി ശ്രമിക്കുക. സോ ലെറ്റ്സ് സ്റ്റാർട്ട് ഫ്രഞ്ച് റവല്യൂഷൻ. 1789 തുടങ്ങുന്നുണ്ട്. അപ്പോൾ ഒരു പോയിന്റ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്, ഈ ഫ്രഞ്ച് റവല്യൂഷൻ നടക്കുന്ന സമയത്ത് ഫ്രഞ്ചിലെ ഭരണാധികാരികളുടെ ഡൈനാസ്റ്റി വിളിക്കുന്ന പേരാണ് ബേർബൺ ഡൈനാസ്റ്റി എന്ന് പറയുന്നത്. സോ ബേർബൺ രാജകുടുംബത്തിൽപ്പെട്ട ആൾക്കാരാണ് അവിടെ ഭരിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് ഞാനൊരു ചോദ്യം ഇട്ട് തരികയാണ്. നിർബന്ധമായിട്ടും ഈ ചോദ്യത്തിന്റെ ഉത്തരം നിങ്ങൾ കമന്റ് സെക്ഷനിൽ കമന്റ് ആയിട്ട് രേഖപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുക. സോ ആരായിരുന്നു ഈ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഫ്രഞ്ച് രാജാവ് എന്നുള്ളത് ഒന്ന് കമന്റ് ചെയ്യൂ. ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഡിസ്കഷനിലോട്ട് പോകാം. സോ വെയിറ്റിംഗ് ഫോർ യുവർ കമന്റ്. ഒന്ന് കമന്റ് ചെയ്തിട്ട് നമുക്ക് പോകാം. പെട്ടെന്ന് കമന്റ് ചെയ്യൂ. അറിയാത്തവർക്ക് ഉത്തരവുണ്ട്, അറിയില്ല എന്ന് പറയുന്നതും ഒരു ഉത്തരമാണ് കേട്ടോ. ഞാൻ മുമ്പത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞതുപോലെ, എങ്കിൽ മാത്രമേ നമുക്ക് പഠിക്കാനുള്ള ഒരു എനർജി വരുള്ളൂ. ഇതെനിക്ക് അറിയില്ല, ഇതെനിക്ക് അറിയാം, ഇങ്ങനത്തെ കാര്യങ്ങൾ. സോ ഹിയർ ഈസ് യുവർ ക്വസ്റ്റ്യൻ. ഹു വാസ് ദിസ് ഫ്രഞ്ച് റൂളർ ഡ്യൂറിംഗ് ദ ടൈം ഓഫ് ഫ്രഞ്ച് റവല്യൂഷൻ എന്നുള്ളത് കൃത്യമായിട്ട് ഒന്ന് കമന്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. ആഫ്റ്റർ ദാറ്റ് നമ്മൾ വളരെ പെട്ടെന്ന് ക്രിസ്പി ആയിട്ടാണ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. വി ഹാവ് ആക്ച്വലി 5 ഫേസസ്. 5 സ്റ്റേജുകളിലൂടെയാണ് ഫ്രഞ്ച് റവല്യൂഷൻ നടക്കാൻ വേണ്ടി പോകുന്നത്. ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് 1789 to 1792 വരുന്ന ഒരു പീരീഡിലാണ്. അപ്പൊ ഈ കാലഘട്ടത്തിൽ എന്താണ് സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാല്, നമുക്കറിയാം ഈ എസ്റ്റേറ്റ് എന്ന് പറയുന്ന എസ്റ്റേറ്റ് സമ്പ്രദായം വിളിച്ചു കൂട്ടുന്ന ഒരു പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു അല്ലെ. സോ ഞാൻ അതിന്റെ ബാക്ക്ഗ്രൗണ്ടിലോട്ട് പോകുന്നില്ല, കാരണം ഞാൻ പറഞ്ഞത് ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. ഞാൻ ഇപ്പൊ പ്രധാനപ്പെട്ട ഇവന്റുകളിലൂടെയും ഫീച്ചേഴ്സിലൂടെയും മാത്രമാണ് കൊണ്ടുപോകുന്നത്. അപ്പൊ 175 വർഷങ്ങൾക്ക് ശേഷമാണ് ഈ രാജാവ്, നേരത്തെ കമന്റ് പറഞ്ഞിട്ടുള്ള ആ രാജാവ്, ഈ എസ്റ്റേറ്റിനെ വിളിച്ചു കൂട്ടുന്നത്. പക്ഷെ വേണ്ട ഒരു വോട്ട് സിസ്റ്റം അല്ലെങ്കിൽ വോട്ടിംഗ് റൈറ്റ് ഈ തേർഡ് എസ്റ്റേറ്റിൽ പെട്ടുള്ള ആൾക്കാർക്ക് കിട്ടുന്നില്ല. അതുകൊണ്ട് തന്നെ മിഡിൽ ക്ലാസ് അതിനെ ബഹിഷ്കരിക്കുന്നു. സോ ഇവിടെ നമുക്ക് കുറച്ച് പ്രധാനപ്പെട്ട സിഗ്നിഫിക്കന്റ് ഇയേഴ്സും അറിഞ്ഞിരിക്കണം, വളരെ ഇമ്പോർട്ടന്റ് ആണ്. 17th May 1789 സമയത്താണ് എന്ത് ചെയ്യുന്നത്, ഇവർ ആ എസ്റ്റേറ്റ് ജനറൽ വിളിച്ചു കൂട്ടുന്നത്. സോ എസ്റ്റേറ്റ് ജനറൽ എന്ന് പറയുന്ന അവരുടെ ആ ഒരു കൗൺസിൽ അല്ലെങ്കിൽ ലെജിസ്ലേറ്റീവ് അസംബ്ലി വിളിച്ചു കൂട്ടുന്നത് മനസ്സിലാക്കി വെക്കുക. അതിനെ ബഹിഷ്കരിച്ചുകൊണ്ട് 20th ജൂൺ ആവുന്ന സമയത്ത് ഞങ്ങൾ ഇതിൽ പങ്കെടുക്കില്ല, ഞങ്ങൾ ഞങ്ങളുടേതായിട്ടുള്ള രൂപത്തിലോട്ട് ഒരു നാഷണൽ അസംബ്ലി രൂപീകരിക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് ചെയ്യുന്നുണ്ട്. 20th ജൂണിന് അവര് ഒരുമിച്ച് കൂടുന്നുണ്ട് നിയർ ബൈ ടെന്നീസ് കോർട്ട്. എന്നിട്ട് അവരെടുക്കുന്ന സത്യപ്രതിജ്ഞയാണ് എന്ത്, ദ ഓത്ത് ഓഫ് ടെന്നീസ് കോർട്ട് എന്ന പേരിൽ അറിയപ്പെടുന്നത്. സോ ഈ രണ്ട് ഇവന്റുകൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുക. 17th മെയ്യിൽ എസ്റ്റേറ്റ് ജനറൽ വിളിച്ചു കൂട്ടി, വേണ്ട പോലെ ഡീലിംഗ്സ് നടക്കുന്നില്ല. അതിന്റെ അടിസ്ഥാനത്തിൽ 20th ജൂണിൽ അവർ ടെന്നീസ് കോർട്ടിൽ ഒരുമിച്ച് കൂടുന്നു. ഓത്ത് ഓഫ് ടെന്നീസ് കോർട്ട് ഇവന്റ്. അതിന്റെ അടിസ്ഥാനത്തിൽ അവർ പറഞ്ഞ് ഈ തേർഡ് എസ്റ്റേറ്റ് ആണ് ഇനി മുതൽ നാഷണൽ അസംബ്ലി, ഞങ്ങളാണ് പുതിയ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് അവർ 14th ജൂലൈയിൽ അവരുടെ ഒരു പെർട്ടിക്കുലർ ഡേ നാഷണൽ ഡേ ആയിട്ട് അവർ സെലിബ്രേറ്റ് ചെയ്യാൻ തീരുമാനിക്കുന്നുണ്ട്. സോ നാഷണൽ ഡേ ആയിട്ട് അവർ സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം ഒന്ന് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുക. എന്താ 14th ജൂലൈയുടെ പ്രത്യേകത? ഇൻ വിച്ച് വാട്ട് വി കൻ സി ദ ഫോൾ ഓഫ് ദ ബാസ്റ്റൽ ഫോർട്ട്. ബാസ്റ്റൽ കോട്ട തകർത്തെറിയുന്നുണ്ട്. അതായത് ഫ്രഞ്ച് റോയൽ ഹൗസിന്റെ, ബേർബൺ ഡൈനാസ്റ്റിയുടെ റോയൽ സിമ്പിൾ ആയിട്ടുണ്ടായിരുന്ന അവിടെ ഉണ്ടായിരുന്ന ബാസ്റ്റൽ കോട്ട, അതിനെ അവിടുത്തെ ഈ പ്രക്ഷോഭകാരിയായിട്ടുള്ള ജനങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, അടിച്ച് നിലം പതിപ്പിക്കുന്നുണ്ട്. അപ്പൊ അതോടുകൂടെ ഈ മൊണാർക്കിക്ക് വലിയൊരു അടിയാണെന്ന് അവർ വിശ്വസിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ അവർ നാഷണൽ ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ടെന്ന് അറിഞ്ഞിരിക്കാം. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ്. അപ്പൊ പരീക്ഷയ്ക്ക് ചിലപ്പോൾ നിങ്ങൾക്ക് നാഷണൽ ഡേ വെച്ചിട്ടോ അല്ലെങ്കിൽ ഇവന്റുകൾ ക്രോണോളജി ചെയ്തിട്ടോ ചോദ്യങ്ങളൊക്കെ പ്രതീക്ഷിക്കാം. അപ്പൊ ആ രീതിയിലാണ് പഠിച്ചു തുടങ്ങാൻ. ദെൻ 4th ഓഗസ്റ്റ് ആണ് സമയത്ത് അവർ ഫ്യൂഡലിസം അബോളിഷ് ചെയ്യുന്നുണ്ട്. സോ ഫ്രഞ്ച് റവല്യൂഷന്റെ വൺ ഓഫ് ദ സിഗ്നിഫിക്കൻസ് കൂടിയാണ് ഫ്യൂഡലിസം യൂറോപ്യൻ വേൾഡിൽ നിന്ന് തുടച്ചു നീക്കുന്നതിനുള്ള പ്രധാനപ്പെട്ട മൂവ്മെന്റ് ആയിരുന്നു എന്നുള്ളത്. അപ്പൊ ആ രീതിയിലും ആ കോൺസെപ്റ്റ് അറിഞ്ഞിരിക്കുക. 26th ഓഗസ്റ്റ് ആകുമ്പോഴേക്കും ഡിക്ലറേഷൻ ഓഫ് റൈറ്റ്സ് ഓഫ് മെൻ ആൻഡ് സിറ്റിസൺ എന്ന് പറയുന്ന ജനങ്ങളുടെ അവകാശ പത്രിക തയ്യാറാക്കി വിട്ടുന്നുണ്ട്. പക്ഷെ കംപ്ലീറ്റ് ആയിരുന്നില്ല, ഒരുപാട് ചലഞ്ചസ് അതിന്റെ പേരിലുണ്ട്.
പക്ഷെ ജസ്റ്റ് അറിഞ്ഞിരിക്കുക ഇങ്ങനെ ഒരു ഇവന്റ് നടക്കുന്നുണ്ടെന്നുള്ളത്. 1791 ആകുമ്പോഴേക്കും ദേ ഫോംഡ് ദെയർ ഫസ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ. അങ്ങനെ യൂറോപ്പിൽ ഫസ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ വരുന്നത് ഇവിടെയാണ്. ദ ഫസ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ ഇൻ ദ ഹിസ്റ്ററി ഓഫ് യൂറോപ്പ് അത് വരുന്നത് ഫ്രാൻസിലാണെന്നും അത് ഫസ്റ്റ് ഫേസ് ഓഫ് ദ ഫ്രഞ്ച് റവല്യൂഷൻ ആണെന്നും അറിഞ്ഞിരിക്കാം. സോ ലെറ്റ് മി റിപ്പീറ്റ്, മിഡിൽ ക്ലാസ് ആണ് ഈ ഒരു മൂവ്മെന്റ് നടത്തിയിട്ടുണ്ടായിരുന്നത്. എസ്റ്റേറ്റ് ജനറൽ വിളിച്ചു കൂട്ടിയത്, ഓത്ത് ഓഫ് ടെന്നീസ് കോർട്ട് നാഷണൽ അസംബ്ലി ഫോം ചെയ്തത്, നാഷണൽ ഡേ ആഫ്റ്റർ ദ ഡിക്ലൈൻ ഓഫ് ദിസ് ബാസ്റ്റൽ ഫോർട്ട്, 4th ഓഗസ്റ്റിന്റെ സമയത്ത് ഫ്യൂഡലിസം അബോളിഷ് ചെയ്യുന്നത്, 26 ഓഗസ്റ്റിന്റെ സമയത്ത് ഡിക്ലറേഷൻ ഓഫ് റൈറ്റ്സ് ഓഫ് മെൻ ആൻഡ് സിറ്റിസൺ എന്ന് പറയുന്ന ഡിക്ലറേഷൻ കൊണ്ടുവന്നു. 1791 ആകുമ്പോഴേക്കും ന്യൂ കോൺസ്റ്റിറ്റ്യൂഷൻ ആദ്യമായിട്ട് യൂറോപ്പിൽ വന്നു. ഇതാണ് ഫസ്റ്റ് ഫേസ്. സെക്കൻഡ് ഫേസ് എന്ന് പറയാൻ കാരണം എന്താ, ഈ മിഡിൽ ക്ലാസിന്റെ കയ്യിൽ നിന്നും പവർ ആരുടെ കയ്യിലോട്ട് എത്തി, ലോവർ ക്ലാസിന്റെ അടുത്തോട്ട് എത്തി. അതായത് അഗ്രികൾച്ചർ അല്ലെങ്കിൽ ഫാമേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ, ട്രേഡ്മാൻ ഇവരുടെ കയ്യിലോട്ട് എത്തുകയാണ് ചെയ്യുന്നത്. സോ ലോവർ ക്ലാസ് ആണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട വ്യക്തിത്വങ്ങൾ 1792 മുതൽ 94 വരെ. ഇതാണ് സെക്കൻഡ് സ്റ്റേജ്. ഇവിടെ നമുക്ക് കുറച്ചുകൂടെ മൂവ്മെന്റ് റാഡിക്കൽ ആയിട്ട് പോകുന്നതായിട്ട് കാണാൻ പറ്റും. ജാക്കോബിൻസ്, സിറോണ്ടിസ് എന്നൊക്കെ പറയുന്ന മൂവ്മെന്റുകൾ ഉണ്ടായിരുന്നു. അതിൽ ജാക്കോബിൻസ് എന്ന പേര് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കാം. ഇവരെന്ത് ചെയ്തു, ഈ കോൺസ്റ്റിറ്റ്യൂഷനെ മാറ്റിക്കൊണ്ട് 1792 അവരുടെ പുതിയ കോൺസ്റ്റിറ്റ്യൂഷൻ വന്നു. സോ സെക്കൻഡ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ത് ചെയ്യുന്നുണ്ട്, ഇവര് രൂപീകരിക്കുന്നുണ്ട്. എന്നിട്ട് ഇവര് പറഞ്ഞു ദിസ് സെക്കൻഡ് കോൺസ്റ്റിറ്റ്യൂഷൻ ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ പ്രവർത്തിക്കുക. ദസ് വി ഹാവ് ദിസ് നാഷണൽ കൺവെൻഷൻ. സോ ഒന്നാമതിൽ നാഷണൽ, നമ്മൾ പറയുന്ന നാഷണൽ ഡേയും നാഷണൽ അസംബ്ലിയുടെ കാര്യമുണ്ട്. രണ്ടാമതിൽ നാഷണൽ കൺവെൻഷൻ ആണ് വരുന്നത്. ഇതൊക്കെ അവിടുത്തെ പൊളിറ്റിക്കൽ അസോസിയേഷൻ ആണ് കേട്ടോ, അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ആ ഒരു നടത്തിപ്പിനെ കുറിച്ച് പറയുന്ന ഒരു വാക്കുകളാണ്. ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ഇവന്റ് എന്താണ്, ദാറ്റ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് തിങ്. 1792 ആണ് സമയത്ത് മൊണാർക്കി അബോളിഷ് ചെയ്യുന്നത്. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നേരത്തെ നിങ്ങളോട് കമന്റ് ചെയ്യാൻ വേണ്ടി ഒരു രാജാവിന്റെ പേര് പറഞ്ഞിട്ടില്ലായിരുന്നു, പുള്ളിക്കാരനെ കൊല്ലുന്നുണ്ട്. പുള്ളിക്കാരനെ കൊന്നു, അപ്പൊ മൊണാർക്കി പോയി. ഇനി എന്ത് ചെയ്തു, സ്റ്റേറ്റ് റിപ്പബ്ലിക് ആയിരിക്കും, ഒരു ഭരണാധികാരി ഇലക്ട് ചെയ്തിട്ടുള്ള ഒരു സമ്പ്രദായമായിരിക്കും വരുന്നത്. സോ ഫ്രഞ്ച് ഒരു റിപ്പബ്ലിക് ആവുന്നത്, ദ ഫ്രഞ്ച് റിപ്പബ്ലിക് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് വരുന്നത് സെക്കൻഡ് ഫേസിലാണ് എന്നുള്ള കാര്യം ഒന്ന് അറിഞ്ഞിരിക്കുക. മൊണാർക്കി അബോളിഷ് ചെയ്യുന്നതിനെ കുറിച്ചും കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുക. ഇത് രണ്ടുമാണ് ഇതിലെ പ്രധാനപ്പെട്ട ഇവന്റുകൾ, അത് നോട്ട് ചെയ്യാം. തേർഡ് ഫേസ് കുറച്ചുകൂടി ഇമ്പോർട്ടന്റ് ആണ്. ഇവിടെ പറഞ്ഞിട്ടുള്ള ജാക്കോബിൻസ് പോലുള്ള ആൾക്കാരുടെ കയ്യിലോട്ട് പവർ കുറച്ചുകൂടെ ഡോമിനേറ്റ് ചെയ്യുന്നുണ്ട്. അതിന് പ്രധാനപ്പെട്ട വ്യക്തിയായിരുന്നു റോബസ്പിയർ. നിങ്ങൾക്ക് അറിയാം ഈ ഒരു പേര്, റോബസ്പിയർ എന്ന് പറയുന്നത്. ഇദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ ഈ 1793, 94 ഒക്കെ പറയുന്നത് റെയിൻ ഓഫ് ടെറർ ആണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരെങ്കിലും എതിർത്തോ അവരൊക്കെ അങ്ങ് സെറ്റിലാക്കും. എങ്ങനെ സെറ്റിലാക്കും, അതിനുവേണ്ടി റോബസ്പിയറിന് ഒരു കോൺട്രിബ്യൂഷൻ ഉണ്ടായിരുന്നു, ഗില്ലറ്റിൻ. അതായത് റോബസ്പിയറിനെ എതിർക്കുന്ന, സ്റ്റേറ്റിന്റെ ഭരണത്തെ എതിർക്കുകയാണെന്ന് പറഞ്ഞിട്ട്, ഇറ്റ് ഈസ് അഗെയിൻസ്റ്റ് ദ നേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് റോബസ്പിയറിന്റെ ഒരു ഓട്ടോക്രസിയുടെ ഡിക്റ്റേറ്റർഷിപ്പ് കണ്ടപ്പോ അതിനെതിരായി അതിലെന്ത് ചെയ്തു, ഗില്ലറ്റിൻ പോലുള്ള സമ്പ്രദായങ്ങളൊക്കെ അവർ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ റെയിൻ ഓഫ് ടെറർ, ഒരു അക്രമത്തിന്റെ കാലഘട്ടമാണ് അന്ന് നടന്നിട്ടുണ്ടായിരുന്നത്. അതിനുവേണ്ടി പുള്ളിക്കാരൻ പബ്ലിക് സേഫ്റ്റി കമ്മിറ്റി എന്ന് പറയുന്ന കമ്മിറ്റി രൂപീകരിച്ചു. എന്താണ് പബ്ലിക് സേഫ്റ്റി, പൊതുസുരക്ഷ ആവശ്യത്തിന് അടിസ്ഥാനത്തിലുള്ള കമ്മിറ്റി എന്ന രൂപത്തിൽ. എന്താ അതിൽ പറയുന്നത്, ആരെങ്കിലും ജനങ്ങൾക്ക് ബുദ്ധിമുട്ടാക്കുന്നുണ്ടോ, ആരെങ്കിലും സ്റ്റേറ്റിനെതിരെ തിരിയുന്നുണ്ടോ, അവരൊക്കെ നോട്ട് ചെയ്യും, മാർക്ക് വരൂ, ഗില്ലറ്റിനിലോട്ട് പോകാം, മരിക്കാം. ഇതായിരുന്നു ആറ്റിറ്റ്യൂഡ് ഉണ്ടായിരുന്നത്. ഫൈനലി നമുക്കറിയാം ചരിത്രത്തിൽ റോബസ്പിയർ വരെ എന്ത് ചെയ്യുന്നുണ്ട്, ഗില്ലറ്റിന് വിധേയമാക്കുന്നുണ്ട് എന്നുള്ളത്. കാരണം ഭരണം വീണ്ടും ബാക്കിയുള്ള ആൾക്കാരെ കൊണ്ടുപോകുന്നുണ്ട്, അതായത് മിഡിൽ ക്ലാസ് വീണ്ടും ഭരണം കൊണ്ടുപോകുന്നുണ്ട്. എന്നിട്ട് റോബസ്പിയറിനെ പോലുള്ള ആൾക്കാരെ ഗില്ലറ്റിൻ ചെയ്യുന്നുണ്ട്. എന്നിട്ടാണ് ഫോർത്ത് സ്റ്റേജ് വരുന്നത് 1794 മുതൽ 99 വരെ. ഇത് കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇയർ ആണ്, ഒരു 5 വർഷത്തെ ഇയർ ആണല്ലോ വരുന്നത്, 1794 to 99 വരെ. സോ ഈ സമയത്ത് അവർ വീണ്ടും ഒരു പുതിയ കോൺസ്റ്റിറ്റ്യൂഷൻ കൊണ്ടുവന്നു. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ മതി, പുതിയ ടീം വരുമ്പോ പുതിയ കോൺസ്റ്റിറ്റ്യൂഷൻ, മിഡിൽ ക്ലാസിന്റെ കോൺസ്റ്റിറ്റ്യൂഷൻ, ലോവർ ക്ലാസിന്റെ കോൺസ്റ്റിറ്റ്യൂഷൻ, മിഡിൽ ക്ലാസിന്റെ മറ്റൊരു കോൺസ്റ്റിറ്റ്യൂഷൻ. ഇവിടെ ഭരിക്കാൻ വേണ്ടി പോകുന്നത് റോബസ്പിയറിനെ പോലുള്ള ആൾക്കാരുടെ ഒരു ഏകാധിപത്യം ഉള്ളത് കൊണ്ട് തന്നെ അങ്ങനെ ഇനി ഉണ്ടാകാൻ പാടില്ല എന്നുള്ളത് കൊണ്ട് അവരൊരു കാര്യം തീരുമാനിച്ചു, ഭരിക്കുന്നത് ആരായിരിക്കും, ഒരു 5 മെമ്പേഴ്സിന്റെ ഒരു കൂട്ടായ്മയായിരിക്കും. അതിനെ വിളിക്കുന്ന പേരാണ് ഡയറക്ടറി അല്ലെങ്കിൽ ഡയറക്ടറേറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഈ 5 ആൾക്കാരുടെ തീരുമാനത്തിനനുസരിച്ചായിരിക്കും സ്റ്റേറ്റ് ഇനി ഭരിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പൊ എന്ത് ചെയ്തു, വേണ്ട പോലെ പൊളിറ്റിക്കൽ പാർട്ടീസ് ഇല്ല, പൊളിറ്റിക്കൽ ഒപ്പീനിയൻ ഇല്ല, കാരണം ഇവര് പറയുന്നത് മാത്രമായി. ഇവഞ്ചലി ഈ കൂട്ടർ എന്ത് ചെയ്തു, ഈ 5 ആൾക്കാര്, നിങ്ങൾ ആലോചിച്ച് നോക്കിക്കുക, നമ്മുടെ രാജ്യത്തിന്റെ പവർ 5 മെഗാ കോർപ്പറേറ്റിന്റെ കയ്യിലാണെന്നുണ്ടെങ്കിൽ, അതേപോലെ ഇവരുടെ കയ്യിലായിട്ട് ഈ ഭരണം മുഴുവൻ ഒതുങ്ങിയപ്പോൾ ഇതിനെതിരെ റിയാക്ഷൻസ് വന്നു. ഇതിനെതിരെ റിയാക്ഷൻസ് വന്നപ്പോൾ ജനങ്ങള് ഒരു സ്മാർട്ട് ആയിട്ടുള്ള, തങ്ങളെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്ന, ഫ്രഞ്ചിന് സ്റ്റേറ്റിനെ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റുന്ന, എക്സ്പാൻഡ് ചെയ്യാൻ പറ്റുന്ന, സംരക്ഷിക്കാൻ പറ്റുന്ന, നല്ലപോലെ ഭരിക്കാൻ പറ്റുന്ന ഒരാൾ വേണം എന്ന് ആഗ്രഹിക്കുന്ന സമയത്താണ് 1799 സമയത്ത് ദ ചൈൽഡ് ഓഫ് ഫ്രഞ്ച് റവല്യൂഷൻ എന്ന പേരിൽ വിശേഷിപ്പിക്കപ്പെടുന്ന അദ്ദേഹം വരുന്ന, അദ്ദേഹത്തിന്റെ പേരാണ് എന്ത്, നെപ്പോളിയൻ ബോണപ്പാർട്ട്. സോ നെപ്പോളിയൻ ബോണപ്പാർട്ട് ഒക്കെ ആ സമയത്താണ് വരുന്നത് എന്ന് മനസ്സിലാക്കി വെക്കുക. 1899 മുതൽ 1814 വരേക്കും നെപ്പോളിയൻ തന്നെയാണ് ഭരിക്കുന്നത്. നെപ്പോളിയനെ നിങ്ങൾ എന്ത് പഠിക്കണം എന്ന് പറഞ്ഞിട്ട് തൽക്കാലം ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. കാരണം ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ക്ലാസ് റൂമിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇതൊരു യൂട്യൂബ് വീഡിയോ ആയതുകൊണ്ട് തന്നെ ജസ്റ്റ് ഇത്ര ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യാനുള്ള ഒരു നിവൃത്തിയേ ഉള്ളൂ.
സോ നെപ്പോളിയൻ ബോണപ്പാർട്ട് ഒന്ന് അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ നടന്ന പ്രധാനപ്പെട്ട ഇവന്റുകൾ ഒന്ന് ഷോർട്ട് ലിസ്റ്റ് ചെയ്യാം. അതിൽ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഒന്ന് എക്സാമ്പിൾ പറയാം. 1800 സമയത്ത് ഈ ഇൻട്രൊഡ്യൂസർ വാട്ട് ദ ബാങ്ക് ഓഫ് ഫ്രാൻസ്, ഫ്രാൻസിന്റെ എക്കണോമി സ്ട്രോങ് ആക്കാൻ വേണ്ടി ഫ്രാൻസിൽ ബാങ്ക് കൊണ്ടുവരുന്നുണ്ട്. രണ്ടാമത്തത് 1804 സമയത്താണ് നെപ്പോളിയൻ എന്ത് ചെയ്യുന്നത്, ദ കിങ് ഓഫ് ഫ്രാൻസ് ആയിട്ട് ഡിക്ലെയർ ചെയ്യുന്നത്. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ബേസിക്കലി അറിഞ്ഞിരിക്കുക. കൂട്ടത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ടത് നെപ്പോളിയൻ ഫൈറ്റ് ചെയ്തിട്ടുള്ള പ്രധാനപ്പെട്ട ബാറ്റിൽസ്. അതിൽ നമുക്കറിയാം സാർ ഡൈനാസ്റ്റിയുമായിട്ട് നടത്തിയിട്ടുണ്ടായിരുന്ന പീസ്ഫുൾ ട്രീറ്റി ആൻഡ് ദ ബ്ലണ്ടർ, അതുപോലെ നെപ്പോളിയനെ എലിസ ഐലൻഡിലോട്ട് നാട് കടത്തിയത്, വാട്ടർലൂ യുദ്ധം, ഇങ്ങനത്തെ കാര്യങ്ങളെ കുറിച്ച് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കാൻ വേണ്ടി ശ്രമിക്കുക. മോർ ഇമ്പോർട്ടന്റ്ലി നെപ്പോളിയന്റെ കോൺട്രിബ്യൂഷൻസും നിങ്ങൾ പരീക്ഷയ്ക്ക് പഠിച്ചു വെക്കണം എന്ന് പറഞ്ഞിട്ട് തൽക്കാലത്തേക്ക് ഈ വീഡിയോ ഞാൻ അവസാനിപ്പിക്കുകയാണ്. സോ ഹോപ്പ് യു ഹാഡ് എ ഗുഡ് ഐഡിയ അബൌട്ട് ദിസ് വൺ ഫ്രഞ്ച് റവല്യൂഷന്റെ ഡിഫറെന്റ് ഫേസുകൾ എന്നുള്ളത്. പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള ഒരു ചോദ്യം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ. വെൻ ബിക്കേം ദ ഫ്രഞ്ച് എ റിപ്പബ്ലിക് സ്റ്റേറ്റ് എന്നുള്ളത് ഒരു രീതിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, 1792 ഒരു ഇവന്റ് വെച്ചിട്ട് ചിലപ്പോൾ ചോദിച്ചേക്കാം. അപ്പൊ അങ്ങനെ നിങ്ങൾ ഇവിടെ കൊടുത്തിരിക്കുന്ന ഇൻഫർമേഷൻസ് മുഴുവൻ ലിങ്ക് ചെയ്ത് കണക്ട് ചെയ്ത് പഠിക്കാൻ വേണ്ടി ശ്രമിക്കാം. ഓക്കെ, ഹോപ്പ് ദ വീഡിയോ വാസ് യൂസ്ഫുൾ ഫോർ യു. നിങ്ങളുടെ അഭിപ്രായങ്ങളും സജഷൻസും എല്ലാം കമന്റ് ആയിട്ട് തന്നെ രേഖപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കാം. കൂടുതൽ വീഡിയോസിൽ കാണാം എന്ന് പറഞ്ഞ് മാത്രം അവസാനിപ്പിക്കുന്നു. ദാറ്റ്സ് ഓൾ. താങ്ക് യു.